ആദ്യകാലത്ത് കുറ്റിപ്പുറം ശ്രദ്ധേയമാകുന്നത് ഭാരതപ്പുഴയിലെ പ്രധാന തുറമുഖ കേന്ദ്രമെന്ന നിലയിലും വാണിജ്യ കേന്ദ്രമെന്ന നിലയിലുമായിരുന്നു. മലഞ്ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് 800-ലധികം വർഷത്തെ ചരിത്ര പാരമ്പര്യം കുറ്റിപ്പുറത്തിനുണ്ട്. കൃഷിയും കച്ചവടവുമായിരുന്നു ഇവിടത്തെ പ്രധാന തൊഴിൽ മേഖലകൾ. കാവുത്സവങ്ങളും കൃഷി ഉത്സവങ്ങളും വിവിധ ജാതി മതാചാരാനുഷ്ഠാനങ്ങളുമൊക്കെയായി കാലത്തിൻ്റെ കുതിപ്പിലും കിതപ്പിലും ഇവിടത്തുകാർ ഒരുമിച്ച് ജീവിച്ചു വന്നു. മേൽപ്പത്തൂരിൻ്റെയും എഴുത്തച്ഛൻ്റെയും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെയും മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണ് ഇവിടത്തുകാർ. വിവിധ കർഷക സമരങ്ങളിലും ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങളിലും പങ്കെടുത്ത നിരവധി പേർ ഇവിടെയുണ്ട്. മഹാകവി ഇടശ്ശേരി, വി ടി ഭട്ടതിരിപ്പാട്, MT വാസുദേവൻ നായർ, അക്കിത്തം, കേളപ്പജി, EP ഗോപാലൻ, AA മലയാളി, N ദാമോദരൻ, സുരാസു തുടങ്ങി ഈ സംസ്കൃതിയോട് ഇഴചേർന്ന് നിൽക്കുന്നവർ നിരവധിയാണ്. 1861 തീവണ്ടി എന്ന അത്ഭുത വാഹനം കുറ്റിപ്പുറത്തിൻ്റെ ഗതി തന്നെ മാറ്റിയെഴുതി. 1953 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ദേശീയപാതയും പാലവും വികസനത്തിൻ്റെ മറ്റൊരു വലിയ പാത തന്നെ തുറന്നിട്ടു. 1992 റെയിൽവേ ഗേറ്റിന് പകരം വന്ന ഓവർബ്രിഡ്ജ് യാത്ര സുഗമമാക്കി. ദേശീയ വികസനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ വികസനങ്ങൾക്കപ്പുറം പ്രാദേശിക ഭരണകൂടങ്ങൾ എങ്ങനെയാണ് ഈ പ്രദേശത്തെ കണ്ടതെന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1957 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ പ്രതിനിധിയായി വിജയിച്ച ചാക്കീരി അഹമ്മദ് കുട്ടി മുതൽ 2001 വിജയിച്ച PK കുഞ്ഞാലിക്കുട്ടി വരെയുള്ളവർ ഒരേ പാർട്ടിയുടെ പ്രതിനിധികളായിരുന്നു എന്നത് ഒരു ജനതയുടെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. മണ്ഡലത്തെ പ്രതിനിധീകരിച്ച പലർക്കും നിയമസഭാ സ്പീക്കർ സ്ഥാനവും മന്ത്രിസ്ഥാനവും വരെ ലഭിച്ചിരുന്നുവെങ്കിലും ഈ പ്രദേശത്തുകാർക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. കുറ്റിപ്പുറം, തിരുനാവായ, വളാഞ്ചേരി, ചെറിയമുണ്ടം, കൽപ്പകഞ്ചേരി, ആദവനാട്, മാറക്കര, വളവന്നൂർ എന്നീ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ കുറ്റിപ്പുറം മണ്ഡലത്തെ അവസാന 15 വർഷങ്ങൾ അടക്കി ഭരിച്ചിരുന്നവർക്ക് പോലും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പൂക്കൾ വിടർന്നു, നാട്ടാർക്ക് നല്ലൊരു സ്ഥാനാർത്ഥി വന്നു. വോട്ടു ചെയ്യുന്നവർ ഒന്നായി പറഞ്ഞു, വിമാനമാണ് നമ്മുടെ ചിഹ്നം. കുറ്റിപ്പുറത്തിന്ന് പൂക്കൾ വിടർന്നു, നാട്ടാർക്ക് നല്ലൊരു സ്ഥാനാർത്ഥി വന്നു. വോട്ടു ചെയ്യുന്നവർ ഒന്നായി പറഞ്ഞു, വിമാനമാണ് നമ്മുടെ ചിഹ്നം. കൺകുളിരല്ലേ, വാത്സല്യമല്ലേ കുറ്റിപ്പുറത്തിൻ ജലീലേ. നെഞ്ചിനുള്ളിൽ നീരിപ്പുണ്ടേ, ജയിച്ചിടും നീ മോനെ. കൺകുളിരല്ലേ, വാത്സല്യമല്ലേ കുറ്റിപ്പുറത്തിൻ ജലീലേ. നെഞ്ചിനുള്ളിൽ നീരിപ്പുണ്ടേ, ജയിച്ചിടും നീ മോനെ. ജനങ്ങൾക്ക് ദുരിതം തരുന്ന ഭരണമേ, ശങ്കയില്ലാതെറിയും ഭരണം അറബിക്കടലില്. ജനങ്ങൾക്ക് ദുരിതം തരുന്ന ഭരണമേ, ശങ്കയില്ലാതെറിയും ഭരണം അറബിക്കടലില്. 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ ഡോക്ടർ KT ജലീൽ കുറ്റിപ്പുറം മണ്ഡലത്തിന് നിയമസഭാ സാമാജികനായി.
ദുരിതക്കയങ്ങൾ താണ്ടി വേണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടുകയും വേണം. ഈ സന്ദർഭത്തിലാണ് 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 4 സ്കൂളുകൾക്ക് +2 കെട്ടിടങ്ങൾ അനുവദിച്ചത്. 2,50,00,000 രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 ബ്ലോക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 2010 ജൂലൈ 3 നിയമസഭാ സ്പീക്കർ ശ്രീ കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. 1,40,00,000 രൂപ ചെലവഴിക്കുന്ന ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം, 1,50,00,000 രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി +2 കെട്ടിടം, 1,25,00,000 രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി +2 കെട്ടിടം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനം 2010 ഫെബ്രുവരി 22 മന്ത്രി ശ്രീ PJ ജോസഫ് നിർവഹിച്ചു. ക്ലാസ് റൂം, റീഡിംഗ് റൂം, മൾട്ടിമീഡിയ റൂം, സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളോടെ തയ്യാറാക്കുന്ന കെട്ടിടങ്ങൾ മണ്ഡലത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് മുതൽക്കൂട്ടാണ്. മലപ്പുറം ജില്ലയിൽ 4 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കാണ് ആകെ ബജറ്റിൽ തുക വകയിരുത്തി 8 കോടി രൂപ അനുവദിച്ചത്. കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിലാണ് അത് സാധ്യമായത്. MLA-മാർക്കും MP-മാർക്കും വികസന ഫണ്ടുണ്ട്. ഒരു MLA-ക്ക് 75 ലക്ഷം രൂപയാണ് ഒരു വർഷം നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കുവാൻ വേണ്ടി സർക്കാർ നൽകുന്ന സംഖ്യ. ആ 75 ലക്ഷം രൂപയുടെ പ്രവൃത്തി നടത്തലല്ല ഒരു MLA-യുടെ ജോലി. അതിനപ്പുറം സർക്കാരിൻ്റെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പരമാവധി ഫണ്ടുകൾ സ്വരൂപിച്ചു കൊണ്ടുവന്ന് നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി അത് പ്രയോജനപ്പെടുത്തലാണ്. വിദ്യാഭ്യാസ രംഗത്തിന് പ്രഥമ പരിഗണന നൽകി 1 കോടി രൂപ ചെലവഴിച്ച് കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിർമ്മിച്ച വർക്ക്ഷോപ്പ് കെട്ടിടമാണ് KT ജലീൽ MLA-യുടെ ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തനം. 2009 ജനുവരി 2 ഈ സ്ഥാപനത്തിന് മന്ത്രി മോൻസ് ജോസഫ് തറക്കല്ലിട്ടു. 2010 ജൂലൈ 10 മന്ത്രി തോമസ് ഐസക് കെട്ടിട സമുച്ചയം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. വിവിധ ട്രേഡുകളിൽ അനേകം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ഈ സ്ഥാപനത്തിൽ ആവശ്യം വേണ്ട എല്ലാ പഠന വസ്തുക്കളും ഇന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പ് കെട്ടിടം എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന് മാത്രം ലഭ്യമാവുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസിനോടും കൂടിയിട്ടുള്ള 1 കോടി രൂപയുടെ മുതൽ മുടക്കുള്ള 2 വലിയ വർക്ക്ഷോപ്പുകൾ കെട്ടിടമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കുട്ടികൾക്ക് ആവശ്യമായ സ്പോർട്സിന് വേണ്ടിയുള്ള ഒരു വലിയ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് 10 ലക്ഷം രൂപ വാസക്കൊണ്ടാണ് മണ്ണിട്ടിട്ട് നല്ലൊരു സ്റ്റേഡിയം പോലെയുള്ള ഒരു സജ്ജീകരണം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു വാർഡിൽ ഒരു കളിസ്ഥലം, ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം എന്ന പദ്ധതിയുടെ ഭാഗമായി ജില്ലയ്ക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി ഇവിടെ തന്നെ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ശിലാസ്ഥാപനം മന്ത്രി M. വിജയകുമാർ നിർവഹിച്ചു. കുറ്റിപ്പുറത്തിൻ്റെ കായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരുന്ന ഈ കളിസ്ഥലം പൂർത്തിയായി വരുന്നു. GTS-ന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും ഭീമമായ തുക ലഭിക്കുകയും വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം പല സ്കൂളുകൾക്കും പുതുതായി കെട്ടിടങ്ങൾ അനുവദിക്കുകയും പഴയ സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്താണ് ഞങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ച് 5 ലക്ഷം രൂപയ്ക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഗ്രൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഇവിടെയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന ഇവിടെ പഠിച്ചു പോയ കുട്ടികൾക്കും സ്പോർട്സിനോട് വളരെയധികം താല്പര്യമുള്ളതാണ്. എന്നാൽ ഗ്രൗണ്ടിൻ്റെ ഒരു അപര്യാപ്തത ഈ പ്രദേശത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഫണ്ട് അനുവദിക്കാനായിട്ട് കഴിഞ്ഞത്. നമുക്ക് ഈ സ്ഥലത്താണ് ഞങ്ങൾ സ്കൂൾ ഓഡിറ്റോറിയം നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA-യുടെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അതിനായി അനുവദിച്ച് നൽകിയിട്ടുണ്ട്.
ഇതിൻ്റെ പണി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് വിട്ടുവീഴ്ചകളില്ല എന്ന ശാഠ്യക്കാരനായ പ്രൊഫസർ KT ജലീൽ MLA ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ വലിയ ഒരു കാൽവയ്പായിരുന്നു കുറ്റിപ്പുറത്ത് ആരംഭിച്ച സെന്റർ ഫോർ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അഥവാ MBA MCA സെന്റർ. KT ജലീൽ സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരന്തര ശ്രമഫലമായിട്ടാണ് ഈ സെൻ്റർ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും MLA അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പ്രസ്തുത വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീമതി അൻവർ ജഹാൻ സുബേരി 2010 ഓഗസ്റ്റ് 30 നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു MBA MCA സെൻറ്റർ, അത് മലപ്പുറം ജില്ലയിൽ തിരൂർ പൊന്നാനി താലൂക്കുകളിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സംരംഭമാണ്. സംസ്ഥാനത്ത് ആദ്യമായി കേരള വനിതാ വികസന കോർപ്പറേഷൻ PSC അംഗീകാരമുള്ള കോഴ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാടാമ്പുഴയിൽ പെൺകുട്ടികൾക്ക് മാത്രമായി കമ്പ്യൂട്ടർ പഠന കേന്ദ്രം ആരംഭിച്ചത് MLAയുടെ ശ്രമഫലമായിട്ടായിരുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് ഗ്രാമീണ വനിതകളെ കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിൽ SSLC, +2 യോഗ്യതകളുള്ള പെൺകുട്ടികൾക്കായി വിവിധ കോഴ്സുകൾ പരിശീലിപ്പിക്കുന്നുണ്ട്. പ്രസ്തുത കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി NK രാധയുടെ അധ്യക്ഷതയിൽ ശ്രീ KT ജലീൽ MLA നിർവഹിച്ചു. IT മേഖലയെ പരാമർശിക്കുമ്പോൾ അനന്തമായ ജോലി സാധ്യതകളുള്ള അനിമേഷൻ രംഗമാണ് MLA മണ്ഡലത്തിന് സമ്മാനിച്ചത്. അറിവിനേക്കാൾ അറിവിൻ്റെ ആവിഷ്കാരത്തിന് പ്രാധാന്യമുള്ള ഇക്കാലത്ത് ഉന്നത നിലവാരമുള്ള ജോലിക്ക് അനിമേഷൻ സ്കിൽ ഇന്നൊരാളെ പ്രാപ്തനാക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെൽട്രോണിൻ്റെ ഒരു ആനിമേഷൻ ക്യാമ്പസ് വളാഞ്ചേരിയിൽ ആരംഭിച്ചു. മലപ്പുറം ജില്ലയിൽ ഇത്തരമൊരു ആനിമേഷൻ ക്യാമ്പസ് പെരിന്തൽമണ്ണയിൽ മാത്രമാണ് ഇതിനു മുൻപ് ഉണ്ടായിരുന്നത്. ജില്ലയിലെ രണ്ടാമത്തെ ആനിമേഷൻ ക്യാമ്പസാണ് വളാഞ്ചേരിയിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ ആരംഭിച്ചത്. ഈ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീം 2009 ജനുവരി 17 നിർവഹിച്ചു. ആഗോള അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുകയും മികച്ച പ്ലേസ്മെന്റ് നൽകുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർ സിനിമ, സീരിയൽ, അനിമേഷൻ രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. വൻ നഗരങ്ങൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഈ സംരംഭത്തെ മണ്ഡലത്തിലേക്ക് എത്തിച്ചത് MLAയുടെ പ്രാഗൽഭ്യത്തിന് തെളിവായി വേണം കരുതാൻ. കൂടാതെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു MLA ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി അനിമേഷൻ സിനിമാ നിർമ്മാണ പഠന പദ്ധതി അവതരിപ്പിക്കുന്നത്. കുറ്റിപ്പുറം വിദ്യാഭ്യാസ ഉപജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതി യുവപ്രതിഭകളുടെ സംഗമ വേദിയായി. അനിമേഷൻ പഠനത്തിന് ശേഷം വിദ്യാർത്ഥികൾ സ്വന്തമായി കമ്പ്യൂട്ടറിൽ അനിമേഷൻ ചിത്രങ്ങൾ വരച്ചു ചേർത്ത് ശബ്ദവും സംഗീതവും കൊടുത്ത് എഡിറ്റ് ചെയ്ത് മനോഹരമായി നിർമ്മിച്ച സിനിമയുടെ ഉദ്ഘാടനവും അവാർഡ് ദാനവും സിനിമാ നടനും MLAയും മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ KB ഗണേഷ് കുമാർ നിർവഹിച്ചു. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഉള്ള കാര്യങ്ങൾ കുറ്റിപ്പുറം മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും ഉണ്ട് എന്നുള്ളത് ഒരു അത്ഭുതമേ അല്ല. നമ്മളുടെ നിയോജക മണ്ഡലത്തിൽ മാത്രമായി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്താണ്? അങ്ങനെയാണ് നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളെ സമീപിക്കേണ്ടതായിട്ടുള്ളത്. സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനമെന്ന വളാഞ്ചേരിയുടെ ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് നാക്കോ അക്കാഡമി വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. നാഷണൽ